എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് കൂൺ കൃഷി ചെയ്യാൻ വേണ്ടി പോവാണ്. അതിൻ്റെ ആദ്യത്തെ പടിയായിട്ട് പെല്ലറ്റ്. കൂൺ കൃഷി ചെയ്യുന്നത് പെല്ലറ്റിലാണ്. അപ്പം നമുക്ക് കൂണിൻ്റെ വിത്ത് കിട്ടിയത് മാങ്കുളത്ത് കാട്സിൽ നിന്നാണ് നമ്മൾ വിത്ത് വാങ്ങിച്ചത്. ഒത്തിരി നാളായിട്ട് നോക്കിയിരുന്നിട്ട് നമുക്ക് വിത്ത് കിട്ടുന്നത് കാട്സിൽ നിന്നാണ്. അപ്പം നമ്മളിന്ന് കൂൺ കൃഷി ചെയ്യാനുള്ള ആദ്യത്തെ പടികൾ തുടങ്ങുകയാണ്. പെല്ലറ്റ് ചൂടുവെള്ളത്തിൽ നമ്മൾ കുതിർത്തി വെക്കണം. കുതിർത്തി വെച്ചൊരു 8-9 മണിക്കൂർ നമ്മളത് തണുത്ത് അത് സെറ്റാവാൻ വേണ്ടി നമ്മൾ നോക്കിയിരിക്കണം. അപ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് അതിനകത്ത് കെട്ടി ഒരിടത്ത് മാറ്റി വെക്കണം. മാറ്റി വെച്ച് കഴിയുമ്പോൾ അത് നമ്മൾ പിന്നെ അത് എടുത്തതിന് ശേഷം ഇങ്ങനെ കൊട്ടി നന്നായിട്ട് മിക്സ് ആക്കണം. കൂൺ കൃഷിയും നമ്മൾ ചൂടുവെള്ളം ഒഴിക്കില്ല, മനസ്സിന് നല്ല ചൂടുവെള്ളം ഒഴിച്ച് എല്ലാം എന്റർടൈൻമെന്റ് ആവും. കെട്ടി വെക്കണം. അപ്പൊ കെട്ടി വെക്കുന്നതിന്റെ പടിയായിട്ട് എന്റെ മോനും സഹായിക്കാൻ വേണ്ടി എന്തെങ്കിലും അവന് ഓരോ കാര്യങ്ങൾ പറയുകയാണ്. നമ്മള് ആദ്യം തന്നെ നമ്മളൊരു 10 കൂടോളമാണ് ഇങ്ങനെ നിറച്ചു വെക്കുന്നത്. അപ്പം നമ്മളെല്ലാം ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതായതുകൊണ്ട് നമ്മൾ കെട്ടിവെച്ച് വളരെ ശ്രദ്ധയോടെ വേണം കെട്ടിവെച്ച് ഇത് ചെയ്യാൻ. ഇനി അത് കയ്യേല് എന്ത് കൂണ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഏത് പാത്രം എടുത്തോ, പാത്രമോ കൂടോ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ സാനിറ്റൈസർ വെച്ച് കൈ നന്നായിട്ട് ചൂടൊക്കെ മാറി കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ അല്ലെങ്കിൽ ഇതിനകത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് അതിനകത്ത് നമ്മളൊരു 8 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ അത് ശരിക്കും പൊടിയായി. പിന്നെ നമ്മൾ കൂടിന്റെ നമ്മൾ ഇടുന്ന സമയത്ത് അത് ഓപ്പൺ ആക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് ആരോഗ്യ പ്രശ്നം ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നന്നായിട്ട് നമുക്ക് വിശ്വസ്തയോടെ നമുക്ക് ഇങ്ങനെ കൂണുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വിശ്വസ്തയോടെ കഴിക്കുക. അതിനകത്ത് നമ്മുടെ മക്കൾക്കൊക്കെ നമുക്ക് ഉണ്ടാക്കിയൊക്കെ കൊടുക്കാം. എങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് പടിപടിയായിട്ട് നമുക്ക് കണ്ടിട്ട് വരാം. ഈ 15 ദിവസം നമ്മളത് ഒരു ഇരുട്ടുള്ള മുറിയിൽ നമ്മൾ വെച്ചതിന് ശേഷം അന്നേരം ഇത് ഫുള്ളിങ്ങനെ ഒരു വെള്ള പൂപ്പല് പോലെ വരും. അത് കഴിഞ്ഞ് നമ്മളത് എങ്ങനെയാണേലും വര കൊടുക്കാം. ഇതിപ്പം ഇങ്ങനെ ഗുണചിഹ്നം പോലെ ഇങ്ങനെ ക്രോസ് ആയിട്ട് വരയൊക്കെ കൊടുത്ത് നമ്മൾ പല മേളിലും ഒക്കെ നമുക്കൊരു വര കൊടുക്കാം. അങ്ങനെ ഒരു ഉറിയെ കെട്ടി തൂക്കി ഇടാം. അങ്ങനെ കെട്ടി തൂക്കിയിട്ടൊരു 2 ദിവസം 3 ദിവസം ഒക്കെ കഴിയുമ്പോഴത്തേനും പൂൺ പൊട്ടി മുളയ്ക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ ഉറിയൽ
കെട്ടി തൂക്കിയിടുന്ന പരിപാടിയാണ് ഇനി നടക്കുന്നത്. ഇടയ്ക്ക് നമ്മൾ സാനിറ്റൈസറൊക്കെ അടിച്ചു കൊടുക്കണം. സാനിറ്റൈസർ അടിച്ചു കൊടുത്തില്ലെങ്കിൽ എന്തെങ്കിലും വിത്തുകൾ മുളയ്ക്കാതെ വരികയൊക്കെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സാനിറ്റൈസർ ഉപയോഗിച്ച് കൈയും കയറും ഒക്കെ സാനിറ്റൈസർ ചെയ്തുകൊണ്ടിരിക്കണം. ഈ സന്ധ്യ ഇങ്ങനെ തന്നെ വെക്കണം ഗൈസ്. ഈ വള്ളി ഇതുപോലത്തെ സാധനം മുറിക്കണം ഗൈസ്. ഇതുപോലത്തെ സാധനം കൂടി മുറിച്ചിട്ടാണ് ഈ വള്ളി കയറ് മുറിച്ച് കഴിഞ്ഞിട്ടോ ഗൈസ്. ഇപ്പോ ഇനി ഒന്നും കൂടിയും കെട്ടാനുള്ള അവസരമാണ്. തന്നെ കൂണൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. മുളച്ച് ഓരോ സ്ഥലത്തോടെ മുള വന്ന് ഇത് എല്ലാ കൂണും എല്ലാം മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഇതിന്റെ ഒരു വളർച്ച കാണുമല്ലോ. നമ്മൾ ഇടയ്ക്ക് വന്ന് നോക്കുമ്പോൾ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് പാകമായി. ഇതൊക്കെ രണ്ട് ദിവസമായി ഇത് ഇത്രയും നല്ല വലിപ്പത്തിൽ വന്നു. ഇതൊക്കെ പറിക്കാറായി. ഇന്ന് നമ്മളിത് പറിച്ച് കറി വെക്കാൻ പോവുകയാണ്. ഇനി നമുക്കിത് പറിച്ചെടുക്കാം. കൂടൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ ഉണ്ടായി പറിച്ചെടുക്കുമ്പോൾ എല്ലാവർക്കും നല്ല മനസ്സിലൊരു സന്തോഷവും നമ്മൾ നല്ല കൂണ് നമുക്ക് നല്ല വിശ്വസ്തയോടെ കഴിക്കാനൊക്കെ പറ്റും. ഇപ്പോൾ ഒരു കൂണിൻ്റെ ഒരു ഇതാണിത്. അപ്പം നമുക്ക് അടുത്തതും പറിച്ചെടുക്കാം. പറിച്ചെടുത്തിരിക്കുകയാണ്. നമ്മൾ പറിച്ചാണ് ഇത് കറി വെക്കുന്നത്. ചേട്ട ഇതേ പറിക്കുന്നുണ്ടില്ലേ, എന്നാ നന്നായിട്ടാണ്, എന്നാ അടിപൊളിയാണ്. 8ന്റെ പണി. ഇത് പിടിക്കും. ഇങ്ങനെ പറിച്ചോണ്ടിരിക്കുമ്പോ ഇത് വിട്ടുപോകും. അവിടെ കുറച്ചങ്ങ് വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ ഞാൻ കത്തിയും കൊണ്ട് പറിക്കാന്ന് പറഞ്ഞത് മോന് ഇഷ്ടപ്പെട്ടില്ല. നമ്മള് അത് ഇങ്ങനെ ഇളകി പോവാതെ പറിച്ചാലാണ് ഇനിയും അതില് പിന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇച്ചിരി ആവട്ടെ, അത് കുഴപ്പമില്ല. അത് നമുക്ക് നാളെ
ആയില്ല. ഇത് ഇന്നിപ്പോ നമുക്ക് ഇത് കറി വെക്കാം. അത് നാളത്തേക്ക് ആവുള്ളൂ. അതിന്റെ മേളത്തെ ഇല്ല. ഇത് നമ്മള് ഇന്നത്തെ വീഡിയോ നാളെ രാവിലെ പറിച്ച് ഉണ്ടായാലും പറിച്ചിട്ട് രാവിലെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ഒരു കാര്യം ഇന്നത്തെ വീഡിയോ പറിച്ച് വന്ന് വെച്ച് പിള്ളേര് കൈ പിടിച്ചോണ്ടിരിക്കുന്നതാണ് കാണുന്നത്. പറിച്ചെടുത്ത കൂടുകളെല്ലാം ഇതാണ്. ആർക്കാണേലും നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി സ്വന്തമായിട്ട് കൂടുണ്ടാക്കാം. അപ്പോൾ അത് പറിച്ചു കൊണ്ട് വെച്ചിട്ട് കാണാം. രാവിലെ പറിച്ചെടുത്ത കൂടുകളാട്ടോ ഇത്. എന്നിട്ട് രാവിലെ തന്നെ അത് കറി ഉണ്ടാക്കി ഹസ്ബൻഡിന് കൊടുത്തു വിടാൻ വേണ്ടി കറി ഉണ്ടാക്കുവാണ് നമ്മൾ. അങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് കൂണൊക്കെ ഉണ്ടാക്കി അത് പെട്ടെന്ന് തന്നെ പറിച്ച് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഇത് സാധിക്കും കേട്ടോ. എല്ലാവരും ഇങ്ങനെ ചെയ്തു നോക്കണം. സ്വന്തമായിട്ട് കൂണൊക്കെ വീട്ടിൽ കൃഷി ചെയ്ത് നമ്മുടെ മനസ്സിനും ഒരു സന്തോഷമാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.